ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കാർഷിക പരിഷ്കാരങ്ങളുടെ ഗുണഭോക്താക്കൾ കർഷകരാണെന്ന് ഫിക്കി വാർഷിക പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. 4 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 9% താഴെ. ഇന്നലെ കോവിഡ് മുക്തി നേടിയത് 4748 പേർ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 94.89% ഉയർന്നു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. ISLൽ ഇന്ന് ഒഡീഷയും ഗോവയും നേർക്കുനേർ. വാർത്തകൾ വിശദമായി. പുതിയ കാർഷിക നിയമങ്ങൾ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിക്കി വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കാർഷിക പരിഷ്കാരങ്ങളുടെ ഗുണഭോക്താക്കൾ കർഷകരാണെന്നും കർഷകരുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകർക്ക് പുതിയ വിപണികളും പുത്തൻ സാങ്കേതിക വിദ്യയും ലഭ്യമാകും. ഇതിലൂടെ കൂടുതൽ നിക്ഷേപം സാധ്യമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. 2 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ 10 ജില്ലകളിലായി 74.84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ പ്രചാരണം ആവേശക്കൊടുമുടിയിൽ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശബ്ദപ്രചാരണം അവസാനിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ നിശബ്ദ പ്രചാരണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഇന്ന് രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചു. ജാഥയായി വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണവും പുരോഗമിക്കുകയാണ്. പ്രമുഖ നേതാക്കളുടെ പര്യടനവും ജില്ലയിൽ തുടരുന്നു. കോവിഡ് രോഗവ്യാപന സാധ്യത ഒഴിവാക്കാൻ പ്രചരണത്തിന്റെ കലാശക്കൊട്ട് ഒഴിവാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ നേതാക്കൾക്ക് കത്തയച്ചിട്ടുണ്ട്. വാർഡുകളിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനായി അനുമതി നൽകിയിട്ടുള്ള വാഹനങ്ങൾ വാർഡ് പരിധിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. പ്രധാന ടൌണുകളിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള പ്രചരണം അനുവദിക്കുകയില്ല. പ്രചരണത്തിന്റെ അവസാന സമയങ്ങളിൽ എല്ലാ വാഹനങ്ങളും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നിച്ചെത്തുന്നതും പ്രവർത്തകർ കൂട്ടം കൂടുന്നതും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും സ്ഥാനാർത്ഥികളുമായും ആശയവിനിമയം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങളും തീരുമാനങ്ങളും കൈക്കൊള്ളാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിങ്കളാഴ്ച നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ജനവിധി തേടുന്നത് 8387 സ്ഥാനാർത്ഥികൾ. 145 പേർ ജില്ലാ പഞ്ചായത്തുകളിലേക്കും 839 പേർ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 5879 പേർ ഗ്രാമപഞ്ചായത്തുകളിലേക്കുമായി മത്സരരംഗത്തുണ്ട്. ജില്ലയിലെ 12 മുനിസിപ്പാലിറ്റികളിലേക്കായി 1524 പേരും മത്സരരംഗത്തുണ്ട്. വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ജില്ലയിൽ മുന്നണികൾ പ്രചാരണം ഊർജിതമാക്കി. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. പ്രചരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയായ കോഴിക്കോട് ജില്ലയിൽ മുന്നണികൾ വീറും വാശിയോടെയാണ് പ്രചാരണ രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടമായതിനാൽ ഇത്തവണ കൂടുതൽ സമയം മുന്നണികൾക്ക് പ്രചാരണത്തിന് സമയം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് റാലികൾ നടന്നില്ലെങ്കിലും ചെറിയ യോഗങ്ങളും കുടുംബയോഗങ്ങളും ഉൾപ്പെടെ മന്ത്രിമാരും സംസ്ഥാന ദേശീയ നേതാക്കളും ഉൾപ്പെടെ ഇത്തവണ പ്രചാരണത്തിനെത്തി. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ പോളിംഗ് കേന്ദ്രങ്ങളായ സ്കൂളുകൾ, പോളിംഗ് സ്റ്റേഷനുകൾ എന്നിവ അണുവിമുക്തമാക്കി. ജില്ലയിൽ 2987 ബൂത്തുകളിലായി റിസർവ് ഉദ്യോഗസ്ഥരടക്കം 17,920 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. കോഴിക്കോട് സിറ്റി പോലീസ് 900 ബൂത്തുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കി. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയും ഉണ്ടാകും. 2 ഡ്രോണുകളും ബൂത്തുകളിലും പരിസരങ്ങളിലും നിരീക്ഷണം നടത്തും. കോവിഡ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും കൂട്ടം ചേർന്നുള്ള കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവു അറിയിച്ചു. മൂന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് വൈകിട്ട് 6 മുതൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമ്പൂർണ്ണ മദ്യനിരോധനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായാണ് നടപടി. ഈ സമയങ്ങളിൽ മദ്യം വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും കുറ്റകരമാണ്. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 16-നും സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പ്രകടമായ മാറ്റമുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ദുരിതങ്ങളിൽ സാധാരണക്കാരന് താങ്ങായ സർക്കാരിനെ അട്ടിമറിക്കാനുണ്ടാക്കിയ അപമാനകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ കേരളം നിരാകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറത്തെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 4748 പേർ കോവിഡ് മുക്തി നേടി. തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 9% താഴെയായി. ഇന്നലെ 53,508 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 4642 പേർ കോവിഡ് പോസിറ്റീവായി. ഇന്നലെ 29 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2562 ആയി. 59,380 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കൊറോണയെ ഭയക്കേണ്ടതില്ലെങ്കിലും നിസ്സാരമായി കാണരുതെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൊറോണ ഭൂതം നാട്ടിൽ മുഴുവൻ താണ്ഡവമാടുകയാണല്ലോ. കൊറോണ ഭൂതം നാട്ടിൽ മുഴുവൻ താണ്ഡവമാടുകയാണല്ലോ. അവനെ പേടിച്ച് ആളുകളെല്ലാം വീട്ടിലിരിക്കുകയാണല്ലോ. വീട്ടിലിരുന്നത് നമ്മൾ ലോക്ക്ഡൌൺ കാലത്താണ്. ഇപ്പോ തൊഴിലാളികൾ പണിക്ക് പോകുന്നു, ഉദ്യോഗസ്ഥന്മാർ ജോലി സ്ഥലങ്ങളിൽ പോകുന്നു. ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ ഇടയിൽ ഈ ഭൂതം അഴിഞ്ഞാടും. നാം ആരും നിസ്സാരരാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ആർക്കും വരാവുന്ന വലിയൊരു മാരകമായ രോഗം തന്നെയാണിത്. നമ്മളെല്ലാവരും സർക്കാർ പറയുന്നത് പോലെ, ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് പോലെ സാമൂഹിക അകലം പാലിക്കുക. പ്രത്യേകിച്ച് നവവത്സരം വരുന്നു, ക്രിസ്മസ് കാലം വരുന്നു. എല്ലാവരും ജാഗ്രത പാലിച്ചാൽ നമുക്ക് അധികം വൈകാതെ ഈ കൊറോണയെ നാട്ടിൽ നിന്ന് കെട്ടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട്ടിൽ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ഡിസംബർ 31 വരെ നീട്ടി. ഈ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നും രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.89% ഉയർന്നു. 33,494 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 93 ലക്ഷം കടന്നു. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,14 ലക്ഷം പിന്നിട്ടു. 4,96 ലക്ഷത്തിലേറെ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 16 ലക്ഷത്തോളം പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താൻ നീക്കം നടന്നുവെന്ന ആരോപണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണമാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാക്കാതിരിക്കുന്നതിന് ആരോഗ്യവകുപ്പും മന്ത്രിയും ഒത്താശ ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാസർഗോഡ് ആരോപിച്ചു. കോഴ വാങ്ങിയെന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണ അനുമതി നൽകിയതിലുള്ള വ്യക്തിവിരോധത്താലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ. അധികാരത്തിലെത്തിയാൽ ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ പിരിച്ചുവിടുമെന്ന UDF കൺവീനർ MM ഹസന്റെ പ്രസ്താവന അത്യന്തം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. 2.5 ലക്ഷത്തിലധികം നിർധന കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള പാർപ്പിടം ലഭ്യമാക്കിയ വികസന പദ്ധതിയായ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികൾ നിർത്തലാക്കുമെന്ന നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ മുണ്ടേരി അപ്പൻകാപ്പ് കോളനിയിൽ PV അൻവർ MLAയെ UDF പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഇന്നലെ അർദ്ധരാത്രിയിൽ കോളനിയിൽ MLA എത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് ആരോപിച്ചായിരുന്നു UDF PV അൻവർ MLAയെ തടഞ്ഞത്. സ്വർണ്ണവില പവന് 80 രൂപ വർദ്ധിച്ച് 36,800 രൂപയായി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 4,600 രൂപയാണ് ഇന്നത്തെ വില. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവയെ നേരിടും. രാത്രി 7:30 ബാംബോലിൻ GMC സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക പരിഷ്കാരങ്ങളുടെ ഗുണഭോക്താക്കൾ കർഷകരാണെന്ന് ഫിക്കി വാർഷിക പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. 4 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 9% താഴെ. ഇന്നലെ കോവിഡ് മുക്തി നേടിയത് 4748 പേർ.
രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 94.89% ഉയർന്നു. ലോകത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,14,00,000 പിന്നിട്ടു. ISLൽ ഇന്ന് ഒഡീഷയും ഗോവയും നേർക്കുനേർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.